ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ആദ്യം നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് റെഫേഴ്സ് ടു ഇറ്റ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് അതർ കൺട്രീസ്. നമുക്കറിയാം, ഇന്ത്യ എന്ന രാജ്യം അതിന്റെ സാധനങ്ങളും സേവനങ്ങളും മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ കൺട്രീസ് എക്കണോമിക് ഡെവലപ്മെന്റ് ബൈ എനേബിളിംഗ് ആക്സസ് ടു ഗ്ലോബൽ മാർക്കറ്റ്. അതായത് ഗ്ലോബൽ മാർക്കറ്റിലെ മറ്റു രാജ്യങ്ങളിലുള്ള മാർക്കറ്റുകളിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചെല്ലുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ വരികയും ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ആക്സസ് വരികയാണ്, ഗ്ലോബൽ മാർക്കറ്റിന്റെ ആക്സസ് വരികയാണ്. ഇത് വരുന്നതിലൂടെ ഫോസ്റ്ററിങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ജി ഡി പിയിൽ കോൺട്രിബ്യൂഷൻ വരുന്നു. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് കംപ്രൈസസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ് ഉൾപ്പെടുന്നത്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് സെൻറ്റ് അബ്രോഡ്. ഇമ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ്ഡ് ഫ്രം അതർ കൺട്രീസ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഫോറിൻ ട്രേഡിൽ വരുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമുക്ക് ആദ്യത്തെ രണ്ട് ഫീച്ചേഴ്സിൽ നോക്കാം. ഒന്നാമത്തെ ഡൈവേഴ്സ് എക്സ്പോർട്ട് ബാസ്ക്കറ്റ് നോക്കാം. അങ്ങോട്ട് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ എക്സ്പോർട്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിംഗ് പെട്രോളിയം പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജം ആൻഡ് ജ്വല്ലറി. ഓക്കെ, അതായത് ആഭരണങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽസ് തുണിത്തരങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, മെഷീനറി, അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൽ ഏതൊക്കെയാണ് റൈസ്, സ്പൈസസ്, ടീ, ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് IT സർവീസസ്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ് പോലെയുള്ള. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ബാസ്ക്കറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസ്, അതായത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിനെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കാര്യത്തിൽ, അതായത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇന്ത്യ ഇമ്പോർട്ട്സ് ക്രൂഡ് ഓയിൽ, അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗോൾഡ്, ഇലക്ട്രോണിക് ഗുഡ്സ്, മെഷീനറി, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എനർജി നീഡ്സ് മേക്ക് ക്രൂഡ് ഓയിൽ ദ ലാർജസ്റ്റ് കമ്പോണന്റ് ഓഫ് ഇമ്പോർട്ട്സ്. അപ്പോൾ ഇന്ത്യയുടെ എനർജി ആവശ്യങ്ങൾക്ക്, അതായത് നമ്മുടെ നിരത്തിലോടുന്ന വാഹനങ്ങൾക്കുള്ള ആ പെട്രോൾ, ഓക്കെ, അത് മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കുള്ള ആ ഒരു എനർജി നീഡ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് ഓയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്നേഴ്സിനെ നോക്കാം. മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക വരുന്നുണ്ട്, ചൈന വരുന്നുണ്ട്, യൂറോപ്യൻ യൂണിയൻ വരുന്നുണ്ട്, ദ UAE വരുന്നുണ്ട്, ആൻഡ് ASEAN കൺട്രീസ്, അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ASEAN. അതിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ, അപ്പോൾ ഇന്തോനേഷ്യ, പിന്നെ മലേഷ്യ, കംബോഡിയ, ലാവോസ്, സിംഗപ്പൂരൊക്കെ വരും, തായ്ലൻഡ്, വിയറ്റ്നാം, ഇതൊക്കെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. ഓക്കെ, ഇവിടേക്കൊക്കെ ഇവരൊക്കെ ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ്. പിന്നെ ദ US ഈസ് എ കീ ഡെസ്റ്റിനേഷൻ ഫോർ എക്സ്പോർട്ട്. അപ്പോൾ ഇന്ത്യയുടെ കീ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് US, അമേരിക്കയിലേക്കാണ് ഇന്ത്യ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. വൈൽ ചൈന ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഇമ്പോർട്ട്, കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് സർവീസ് ട്രേഡ് നോക്കാം. ഇന്ത്യയുടെ സർവീസിൽ ഉണ്ടാകുന്ന ട്രേഡ്, അതിലെന്തൊക്കെയാണ് വരുന്നത്? ഇന്ത്യ ഈസ് എ ഗ്ലോബൽ ലീഡർ ഇൻ IT ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്. ഇൻഫർമേഷൻ ടെക്നോളജിയിലും സോഫ്റ്റ്വെയർ സർവീസിലൊക്കെ ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറാണ്. കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇറ്റ്സ് സർവീസ് എക്സ്പോർട്സ്. അതായത് ഇന്ത്യ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ സർവീസ് എക്സ്പോർട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത അഞ്ചാമത്തെ കീ ഫീച്ചറാണ് ട്രേഡ് ബാലൻസ്. അതായത് ഇന്ത്യ ജനറലി ഹാസ് എ ട്രേഡ് ഡെഫിസിറ്റ്. യൂഷ്വലി ഇന്ത്യക്ക് എന്താണ്? ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മീനിങ് ഇറ്റ്സ് ഇമ്പോർട്ട്സ് എക്സീഡ്സ് ഇറ്റ്സ് എക്സ്പോർട്ട്സ്. അതായത് കൂടുതലും ഇന്ത്യ ഇമ്പോർട്ടാണ് കൂടുതൽ, എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഇന്ത്യക്ക് യൂഷ്വലി ജനറലായിട്ട് ഉണ്ടാകുന്നത്. ഹൗവർ ദ സർപ്ലസ് ഇൻ സർവീസ് ട്രേഡ്, അത് സർവീസ് ട്രേഡിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഒരു സർപ്ലസ് ഉണ്ട്. ഇത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ത്യയുടെ ആ ഒരു ട്രേഡ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് സഹായകരമാണ്. സർവീസ് ട്രേഡ് ഹെൽപ്സ് ഓഫ്സെറ്റ് സം ഓഫ് ദ ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റ്. ചില ഗുഡ്സ് ട്രേഡ് ഡെഫിസിറ്റിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന്, അതിനെ മറികടക്കുന്നതിന് സർവീസിൽ ഉണ്ടാകുന്ന ഒരു ട്രേഡ് സർപ്ലസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസി നോക്കാം. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഈസ് ഗവേൺഡ് ബൈ ദ ഫോറിൻ ട്രേഡ് പോളിസി. FTP ആണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് നിയന്ത്രിക്കുന്നത്. അപ്ഡേറ്റഡ് എവറി 5 years, 5 കൊല്ലത്തിൽ ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആരാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ബൈ ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതാണ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്ത് നോക്കാം. ദ ലേറ്റസ്റ്റ് പോളിസീസ് ഫോക്കസ് ഓൺ, ഒന്നാമത് പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ. കൂടുതൽ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ബൂസ്റ്റിംഗ് സെക്ടേഴ്സ് ലൈക്ക് ഇലക്ട്രോണിക് സെക്ടേഴ്സ്,
ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് അഗ്രികൾച്ചർ ഈ സെക്ടേഴ്സൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യയുടെ ട്രേഡ് പോളിസി ശ്രമിക്കുന്നുണ്ട്. എൻകറേജിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് ആ ഒരു ബിസിനസ് ചെയ്യുന്നതിനുള്ള ഒരു ഈസിനെസ് എൻകറേജ് ചെയ്യുന്നതിന് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉദാഹരണം സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, അതായത് SEZs ആൻഡ് എക്സ്പോർട്ട് ഹബ്സ് ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൽ ഉണ്ടായിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സിനെ പറ്റി മനസ്സിലാക്കാം. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, അതിൽ ഒന്നാമത് ഗ്രോത്ത് ഇൻ എക്സ്പോർട്സ് ആണ്. എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഡിസ്പൈറ്റ് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്, ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നിട്ട് കൂടി ഇന്ത്യസ് എക്സ്പോർട്സ് ഹാവ് ബീൻ റൈസിങ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടുകയാണ് ചെയ്തത്. ഡ്രിവൺ ബൈ ഹൈ ഡിമാൻഡ് ഫോർ, ഞാൻ പറയാൻ പോണ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഹൈ ഡിമാൻഡ് ഉണ്ടായി. ഏതൊക്കെയാണ്? ഫോർ പെട്രോളിയം പ്രൊഡക്ട്സിന്, എഞ്ചിനീയറിംഗ് ഗുഡ്സിന് ആൻഡ് IT സർവീസിനൊക്കെ ഇന്ത്യയിൽ നിന്ന് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായി, നല്ലൊരു എക്സ്പോർട്ട് ഉണ്ടായി ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, അടുത്ത റൈസിങ് ഇമ്പോർട്ട്സ് ആണ്. ഇമ്പോർട്ട്സ് കൂടുകയും ചെയ്തു. അപ്പോൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി ഫോർ എനർജി ആൻഡ് ക്രിട്ടിക്കൽ ടെക്നോളജീസ്, എനർജി നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ, പിന്നെ ക്രിട്ടിക്കൽ ടെക്നോളജി കണ്ടിന്യൂസ് ടു ഗ്രോ, അതൊക്കെ കൂടുകയാണ് ചെയ്തത്. ഇമ്പോർട്ട് കൂടി. പർട്ടിക്കുലർലി ഇൻ സെക്ടേഴ്സ് ലൈക്ക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡിഫൻസ്. സെമി കണ്ടക്ടേഴ്സ്, ഡിഫൻസ് ഈ ഉൽപ്പന്നങ്ങൾക്ക് ആണ് കൂടുതൽ ഇന്ത്യക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ റീജിയണൽ ട്രേഡ്. ഇന്ത്യ കൂടുതൽ റീജിയണൽ ട്രേഡിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആക്റ്റീവ്ലി എൻഗേജസ് ഇൻ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സ്, അതായത് RTS, അതായത് റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ്സിൽ ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് പാർട്ട് ഓഫ്, അത് മാത്രമല്ല, ആൻഡ് ഈസ് പാർട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ദ ഇന്ത്യ UAE സെപ്പ. ഇന്ത്യ UAE സെപ്പ എന്ന് പറയുന്നത് ഇന്ത്യയും UAE ആയിട്ടുള്ള കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ് ഈ സെപ്പ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ ഓസ്ട്രേലിയ എക്ട, ഇതിലൊക്കെ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എക്ട എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. റീജിയണൽ ട്രേഡിന് പുറമെ ഇതിലൊക്കെ ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഷിഫ്റ്റ് ടുവേർഡ്സ് സെൽഫ് റിലയൻസ് ആണ്, സ്വയം പര്യാപ്തത. അതായത് ഇന്ത്യക്കാർക്ക് വേണ്ട സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാതെ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതാണ് പറയുന്നത് അണ്ടർ ദ ആത്മനിർഭർ, അത് അതിന്റെ ഒരു പോളിസിയാണ്, ഇന്ത്യയുടെ ഒരു പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ്. ഇന്ത്യ ഈസ് ട്രൈവിംഗ് ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്ന വളരെ മാക്സിമം ഇന്ത്യ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ബൈ പ്രൊമോട്ടിംഗ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിംഗ് ഇൻ കീ സെക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീ സെക്ടേഴ്സിൽ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ കൂട്ടി, ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഇമ്പോർട്ട് കുറയ്ക്കാൻ ഈ ആത്മനിർഭറിലൂടെ ഇന്ത്യ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി ഇന്ത്യ ഫോറിൻ ട്രേഡിൽ നേരിടുന്ന വെല്ലുവിളികൾ നോക്കാം. ചാലഞ്ചസ് ഇൻ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, അതിൽ ഒന്നാമത്തത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, അതായത് കൂടുതൽ ഇമ്പോർട്ട് വരുന്നൊരവസ്ഥ, എക്സ്പോർട്ട് കുറച്ചുണ്ടാകുന്ന ഒരു അവസ്ഥ. അതായത് പെർസിസ്റ്റന്റ് ട്രേഡ് ഇംബാലൻസ് ഡ്യൂ ടു ഹൈ എനർജി ആൻഡ് ഗോൾഡ് ഇമ്പോർട്ട്സ്. അതായത് ഹൈ എനർജി ഇമ്പോർട്ട്, ഓയിൽ പോലുള്ള എനർജി ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, അത് മാത്രമല്ല ഗോൾഡ് ഇമ്പോർട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത് ഒരു ഇന്ത്യ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഗ്ലോബൽ സ്ലോ ഡൗൺ, ഒരു ആഗോള തലത്തിലൊരു സ്ലോ ഡൗൺ ഉണ്ടായിരിക്കുകയാണ്. അതായത് സ്ലോ ഗ്രോത്ത് ഇൻ ഗ്ലോബൽ ഡിമാൻഡ് ഇമ്പാക്ട്സ്. അതായത് ഗ്ലോബലി ഒരു ഡിമാൻഡ് കുറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വേണ്ടാതെ വരും, അപ്പോൾ എക്സ്പോർട്ട് കുറയും. അപ്പോൾ ഇന്ത്യസ് എക്സ്പോർട്ട് ഡ്രിവൺ സെക്ടേഴ്സ്, അത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡ്രിവൺ സെക്ടേഴ്സിൽ അതൊരു തിരിച്ചടിയാണ്. അടുത്തത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. അതായത് സ്ട്രെയിൻസ് വിത്ത് കൺട്രീസ് ലൈക്ക് ചൈന അഫക്റ്റ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നത് ചൈനയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇറക്കുമതിയുടെ കൂടുകയാണ്. അപ്പോൾ സ്ട്രെയിൻസ് വിത്ത് കൺട്രീസ് ലൈക്ക് ചൈന അഫക്റ്റ് ട്രേഡ് ആൻഡ് സപ്ലൈ ചെയിൻ ഡൈനാമിക്സ്. അപ്പോൾ ഇതൊക്കെ സപ്ലൈ ചെയിൻ ഡൈനാമിക്സിനെ അവിടെ ബാധിക്കുകയാണ്. ഓക്കെ, അടുത്തത് നോൺ ടാരിഫ് ബാരിയേഴ്സ് ആണ്. നോൺ ടാരിഫ് അല്ലാതെയുള്ള എംബാർഗോ, കോട്ട പോലെയുള്ള, അത് എക്സ്പോർട്ടിന് ലിമിറ്റ് വെക്കുന്ന അതൊക്കെയുള്ള അതാണ് ഈ നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഫേസ് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്ററി ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് നിബന്ധനകൾ, അത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലോജിസ്റ്റിക്കൽ ബാരിയേഴ്സ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ബാരിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഇൻ ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇതൊക്കെ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ അങ്ങോട്ടുള്ള ഫോറിൻ ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഓപ്പർച്യൂണിറ്റീസ് ഹെഡ്, അതിൽ ഒന്നാമത്തത് എക്സ്പാൻഡിങ് സർവീസ് എക്സ്പോർട്സ് ആണ്. ഓക്കെ, ലിവറേജിങ് സ്ട്രെങ്സിന്, അതായത് ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടുന്നത് ഏതൊക്കെയാണ്? ഐടിയുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത്, ഹെൽത്ത് കെയർ ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് ടു ഇൻക്രീസ് എക്സ്പോർട്ട് ഏണിംഗ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എക്സ്പോർട്ട് ഏണിംഗ് കൂട്ടാം. അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഫോക്കസിങ് ഓൺ ന്യൂ മാർക്കറ്റ്സ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ പുതിയ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുക. അത് എക്സ്പോർട്ട് ഒന്ന് കൂടുതൽ ഏരിയകളിലേക്ക് വ്യാപിപ്പിക്കുക. ഇപ്പോൾ ലാറ്റിൻ അമേരിക്ക, അത് മാത്രമല്ല ലാറ്റിൻ അമേരിക്ക ആൻഡ് സെൻട്രൽ ഏഷ്യ ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ട്രഡീഷണൽ പാർട്ട്നേഴ്സ്. അതായത് ഇന്ത്യയുടെ ട്രഡീഷണൽ പാർട്ട്നേഴ്സിന് കാലാകാലങ്ങളായിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ മാറി മറ്റു രാജ്യങ്ങളെ, ഇപ്പോൾ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തത് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ ട്രേഡ് എന്ന് പറയാം. അതായത് ഓപ്പർച്യൂണിറ്റീസ് ടു ലീഡ് ഇൻ റിന്യൂവബിൾ എനർജി എക്സ്പോർട്ട്.
ചെയ്യാൻ പറ്റുന്ന എനർജി എക്സ്പോർട്ടിൽ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊക്കെയാണ് ഇപ്പോൾ സോളാർ എക്യുപ്മെന്റ്, ഇതൊക്കെ ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എക്സ്പോർട്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ആൻഡ് സസ്റ്റൈനബിൾ ഗുഡ്സിലൊക്കെ ഫോക്കസ് ചെയ്യുക, ഇതൊക്കെ ഇന്ത്യയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് റിമെയിൻസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇറ്റ്സ് എക്കോണമി. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ആണിക്കല്ല് തന്നെയാണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാലൻസിങ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഡൊമസ്റ്റിക് ചാലഞ്ചസ്, അതായത് ഇന്ത്യ ആഭ്യന്തരമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ ഈ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അത് മാത്രമല്ല, ആൻഡ് റിഫ്ലക്റ്റിംഗ് ഇറ്റ്സ് ഇന്റഗ്രേഷൻ, അതായത് ഇന്ത്യയുടെ ഒരു ഉദ്ഗ്രഥനമുണ്ട്, അതായത് ഇന്ത്യയുടെ ഒരു വളർച്ചയുണ്ട്, അത് റിഫ്ലക്റ്റിംഗ് ഇറ്റ്സ് ഇന്റഗ്രേഷൻ ഇൻ ടു ദ ഗ്ലോബൽ എക്കോണമിയിലേക്ക് ഇന്ത്യയുടെ ആ ഒരു വളർച്ച കൊണ്ടുവരുന്നതിനും ഇത് സഹായകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.